ഹായ് ഫ്രണ്ട്സ്, ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലാണ് ഞങ്ങളിപ്പോൾ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും നഗരത്തിൽ യാത്ര ചെയ്യാൻ ആവശ്യമായ ടിക്കറ്റുകൾ വാങ്ങുന്നത് എങ്ങനെയാണെന്നുമൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നുണ്ട്. കൂടാതെ ജർമ്മനിയുടെ നഗര കാഴ്ചകളും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ സൗകര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബെർലിൻ ഹഫ്ദനോഫിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു. ഹഫ്ദനോഫ് എന്ന ജർമ്മൻ വാക്കിൻ്റെ അർത്ഥം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായല്ല നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. വളരെ മനോഹരമായ ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയതുപോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ സ്റ്റേഷൻ്റെ വലിപ്പം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. 70,000 സ്ക്വയർ മീറ്ററിലധികമാണ് ഈ സ്റ്റേഷൻ്റെ വിസ്തൃതി. വലിയ സ്റ്റേഷൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആർക്കിടെക്ചറൽ സൈസാണ്, അല്ലാതെ പാസഞ്ചർ ട്രാഫിക് അല്ല. 83,460 സ്ക്വയർ മീറ്ററുള്ള ജർമ്മനിയിലെ തന്നെ ലൈപ്സിഗ് ഹഫ്ദനോഫാണ് വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത്. യൂറോ കപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് ഒരു ആതിഥേയ നഗരം എന്ന നിലയിൽ കളി കാണാൻ വേണ്ടി വരുന്ന സന്ദർശകർക്കായി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 5 നിരകളുള്ള ഈ സ്റ്റേഷൻ്റെ ഗ്രൗണ്ട് ലെവലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. റെയിൽ ആൻഡ് ഫ്രഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് യാത്രക്കാർക്കായി നൽകുന്നത്. പണം നൽകി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സർവീസസ് ആണ് ഈ കമ്പനിയുടേത്. യൂറോപ്പിലെ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരം വാഷ്റൂംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. €1 ആണ് അവർ ഇതിനു വേണ്ടി കസ്റ്റമേഴ്സിൽ നിന്നും വാങ്ങുന്നത്. വാഷ്റൂമിൽ നിന്നും ഫ്രഷായി തിരിച്ചെത്തിയ ഞങ്ങൾ ഈ സ്റ്റേഷൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു. ജർമ്മനിയുടെ നാഷണൽ റെയിൽവേ കമ്പനിയായ ഡ്യൂഷ് ബാൺ ആണ് 2006 ഈ സ്റ്റേഷൻ ബെർലിൻ നഗരത്തിൽ സ്ഥാപിച്ചത്. വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയും ഒന്നിപ്പിച്ചുകൊണ്ട് 1990 ജർമ്മനിയെ പുനരേകീകരിച്ചപ്പോൾ ബെർലിനിൽ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് അധികാരികൾ തീരുമാനിച്ചു. വെസ്റ്റ് ബെർലിനിലും ഈസ്റ്റ് ബെർലിനിലും റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നെങ്കിലും ഏകീകരിക്കപ്പെട്ട ബെർലിനിൽ യൂറോപ്യൻ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ റെയിൽവേ ഇൻ്റർചേഞ്ച് സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ 1995 ഈ സ്റ്റേഷൻ്റെ പണി തുടങ്ങി. ഏകദേശം €1 ബില്യൺ ചെലവഴിച്ചുകൊണ്ടാണ് സ്റ്റേഷൻ്റെ പണി കഴിപ്പിച്ചത്. 5 നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ സ്റ്റേഷൻ പ്രധാനമായും ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിനെ സ്റ്റേഷനുള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയാണ് ഗ്ലാസ് റൂഫുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ നിരവധി സോളാർ പാനലുകൾ ഘടിപ്പിച്ച് 1,60,000 കിലോവാട്ടിലധികം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് സ്റ്റേഷൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഈ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തത് ജർമ്മൻ ആർക്കിടെക്റ്റായിരുന്ന മെയിൻഹാർഡ് ഫൊൺ ഗാർക്കനാണ്. ഇനി നമുക്ക് ഈ സ്റ്റേഷൻ്റെ ലേഔട്ട് ഒന്ന് മനസ്സിലാക്കാം. നിരവധി ബേക്കറികളും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഫാർമസികളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ചേർന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇതിന് മുകളിലും താഴെയുമായുള്ള നിലകളിൽ നിന്നാണ് ട്രെയിനുകൾ സർവീസസ് നടത്തുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്ലാറ്റ്ഫോംസ് താഴത്തെ നിലയിലാണ്. നോർത്ത് സൗത്ത് റീജിയനിലുള്ള ട്രെയിനുകളാണ് ഇവിടെ നിന്നും സർവീസുകൾ നടത്തുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കൂടി സർവീസുകൾ നടത്തുന്ന ഊബാൺ ഗണത്തിൽപ്പെട്ട ട്രെയിനുകളുടെ 2 പ്ലാറ്റ്ഫോമുകളും ഇവിടെയുണ്ട്. 11 മുതൽ 16 വരെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് മുകളിലത്തെ നിലകളിൽ. ഈസ്റ്റ് വെസ്റ്റ് റീജിയനിലുള്ള ട്രെയിനുകളാണ് ഇവിടെ നിന്നും സർവീസുകൾ നടത്തുന്നത്. ഇതിൽ 15ഉം 16ഉം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സബ് അർബൻ റീജിയണൽ സർവീസ് നടത്തുന്ന എസ്-ബാൺ ഗണത്തിൽപ്പെട്ട ട്രെയിനുകളും യാത്രക്കാരെ വഹിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. 3,50,000-ലധികം പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് 1,800-ലധികം ട്രെയിനുകൾ ദിവസേന ഈ സ്റ്റേഷനിൽ കൂടി കടന്നു പോകുന്നു. എല്ലായിടത്തും ഇൻഫർമേഷണൽ സ്ക്രീനുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ എത്തിച്ചേരുന്ന പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസ് കൃത്യമായി എഴുതി കാണിക്കുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്യാനാകും. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ സ്റ്റേഷനുള്ളിലുള്ള ബർഗർ കിങ്ങിൽ നിന്നും ജലാപ്പിനോ ഫ്രൈസും ലോങ് ചിക്കൻ ബർഗറും ഒക്കെ വാങ്ങി. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഞങ്ങൾ പ്രധാനമായും പോകേണ്ട റൂട്ടുകളും സ്റ്റോപ്പുകളും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാൻ സ്റ്റേഷന് പുറത്തുള്ള ട്രാം സ്റ്റേഷനിലേക്കാണ് പോകേണ്ടതെന്ന് മാപ്പ് നോക്കി മനസ്സിലാക്കി ഞങ്ങൾ അങ്ങനെ പതിയെ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനാണ് ഇവിടെയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റേഷനുള്ളിൽ ഞങ്ങൾ അങ്ങനെ ഒരു ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. ജർമ്മൻ ലാംഗ്വേജിലാണ് ഇൻഫർമേഷൻ കാണിക്കുന്നതെങ്കിലും
ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 24 മണിക്കൂർ കാലാവധിയുള്ള 2 ടിക്കറ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. സ്ക്രീനിൽ AB, BC, ABC എന്നീ താരിഫ് സോണുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ A സോണിൽ ബെർലിൻ്റെ ഇന്നർ സിറ്റിയാണ് കവർ ചെയ്തിരിക്കുന്നത്. അർബൻ റെയിൽവേ ആയ എസ് ബാൺ ഉൾപ്പെടുന്ന സോണാണിത്. B സോണിൽ എസ് ബാൺ റെയിലുകളില്ല, എങ്കിലും സിറ്റിയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടും. C സോണിൽ ബെർലിൻ്റെ ഔട്ടർ ഏരിയാസ് ആണുള്ളത്. ബെർലിന് ചുറ്റും ഏകദേശം 15 കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് ഈ സോൺ. ABC സോണിൽ എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ട ടിക്കറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ AB സോൺ സെലക്ട് ചെയ്തു. 2 ടിക്കറ്റുകൾക്കും കൂടി ഏകദേശം 20 യൂറോ ആണ് പേ ചെയ്തത്. കാർഡോ ക്യാഷോ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങി സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ്. വരാനിരിക്കുന്ന ട്രാമുകളുടെ സമയവിവരം കൃത്യമായി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഹോട്ടലിലേക്ക് പോകേണ്ട ട്രാമാണ് ഈ വരുന്നത്. പുതുതായി വാങ്ങിയ ടിക്കറ്റുകളായതുകൊണ്ട് ട്രാമിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള മെഷീനിൽ കൂടി ഞങ്ങൾ ടിക്കറ്റുകൾ വാലിഡേറ്റ് ചെയ്തു. ട്രാമിനുള്ളിലെ ഇൻഫർമേഷൻ സ്ക്രീനിൽ നോക്കി ഇറങ്ങേണ്ട സ്റ്റേഷനെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കി. അവസാനം ഞങ്ങൾ അങ്ങനെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. കഴിഞ്ഞ 3 സിറ്റികളിൽ ഞങ്ങൾ ഐബിസ് ഹോട്ടലുകളിലാണ് താമസിച്ചത്. ഇവിടെയും ഐബിസിൽ തന്നെയാണ് ഞങ്ങളുടെ താമസം. എന്നാൽ ഇത്തവണ ഐബിസ് സ്റ്റൈൽസ് എന്ന കാറ്റഗറിയിലുള്ള ഹോട്ടലിലാണെന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പേരിലെ സ്റ്റൈൽ റൂമിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. പതിവ് രീതിയിലുള്ള റൂമുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ റൂമിനുള്ളത്. മനം കവരുന്ന കളറുകൾ മൂലം റൂമിനൊരു മോഡേൺ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റൂമിനുള്ളിൽ തന്നെയാണ് വാഷ് ബേസിൻ സ്ഥാപിച്ചിട്ടുള്ളത്. സൈഡിലായി ടോയ്ലറ്റും ഷവറും വേർതിരിച്ചാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമൂലം ടോയ്ലറ്റ് എപ്പോഴും ഡ്രൈ ഏരിയയായി നിലനിൽക്കും. ഷവറിനുള്ളിലെ ബോഡി വാഷും മറ്റും ബാക്കിയുള്ള ഐബിസ് ഹോട്ടലുകളിലേതിന് സമാനമാണ്. സർവീസ് ഡെലിവറിയിലെ കൺസിസ്റ്റൻസിയാണ് ഇതിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. തരക്കേടില്ല എന്ന് മനസ്സിൽ കരുതിയ സമയത്താണ് വാഷ് ബേസിനുള്ളിൽ വെള്ളം തങ്ങി നിൽക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായത്. താഴെ റിസപ്ഷനിൽ ചെന്ന് സായിപ്പിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കൂളായി ഒരു ജോഡി ഗ്ലൗസ് ഞങ്ങൾക്ക് തന്നു. സിങ്ക് സ്റ്റോപ്പർ റിമൂവ് ചെയ്ത് വെള്ളം നീക്കം ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ. വേറെ റൂമുകളൊന്നും ഒഴിവില്ലെന്നും. അതുകൊണ്ട് ഇതേ ഉള്ളൊരു വഴി. ഞങ്ങൾക്ക് ഗ്ലൗസ് തരുന്നതിന് പകരം ഒരു ജീവനക്കാരനെ വിട്ട് പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഐബി സ്റ്റൈലിലെ സ്റ്റൈൽ ആൻഡ് കസ്റ്റമർ സർവീസൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളങ്ങനെ നഗരം കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. കഴിഞ്ഞ തവണ യൂറോപ്പിൽ സമ്മർ ടൈമിൽ വന്നപ്പോൾ എല്ലായിടത്തും നല്ല ചൂടായിരുന്നതിനാൽ ഇത്തവണ ജാക്കറ്റ് ഒന്നും എടുക്കാതെയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വ്യത്യസ്തമായി ഇവിടെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ബെർലിൻ മോളിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ റൂട്ടിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കാമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സയിലെത്തി. പല തരത്തിലുള്ള സൊവനിയേഴ്സ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഓർമ്മകൾ നിലനിർത്താൻ ഇത്തരം സൊവനിയേഴ്സ് വാങ്ങുക എന്നത് ടൂറിസ്റ്റുകളുടെ ഒരു പതിവ് ശീലമായതിനാൽ അതിൻ്റെ കച്ചവട സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ. അലക്സാണ്ടർ പ്ലാറ്റ്സയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കായ ബെർലിൻ TV ടവറിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ കഴിയും. 1969 പണികഴിപ്പിച്ച ഈ ടവറിന് 368 മീറ്റർ ഉയരമുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണിത്. പാശ്ചാത്യ ശക്തികൾ വെസ്റ്റേൺ ജർമ്മനിയിൽ പണികഴിപ്പിച്ച ബിൽഡിങ്സിനേക്കാൾ ഉയരത്തിൽ ഒരു ബിൽഡിംഗ് പണികഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൾഡ് വാറിൻ്റെ സമയത്ത് ഈസ്റ്റ് ജർമ്മനി ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. 203 മീറ്ററിന് ശേഷം പണികഴിപ്പിച്ചിരിക്കുന്ന ഗോളാകൃതിയിലുള്ള സ്ട്രക്ചറാണ് ഈ ടവറിൻ്റെ പ്രത്യേകത. ഒബ്സർവേഷൻ ഡെക്കും റിവോൾവിംഗ് റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാ 30 മിനിറ്റിലും റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്ട്രക്ചറിൽ നിന്നും ബെർലിൻ്റെ പനോരമിക് വ്യൂ സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയും. കാലാവസ്ഥ മോശമായതുകൊണ്ട് അലക്സാണ്ടർ പ്ലാറ്റ്സിൽ നിന്നും തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ തൊട്ടടുത്തുള്ള സബ്വേ സ്റ്റേഷനിലേക്ക് നടന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കി ഞങ്ങൾ പോകാനുള്ള ട്രെയിൻ എത്തുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് മനസ്സിലാക്കി. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട്.
ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേഷനായ റോസെന്തലേഴ്സ് പ്ലാസ രണ്ടാമത്തെ സ്റ്റേഷനാണെന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. പടവുകൾ കയറി ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കുടകൾ കയ്യിൽ കരുതിരുന്നതുകൊണ്ട് മഴ ഒരു പ്രശ്നമായി തോന്നിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഗൂഗിൾ റിവ്യൂസ് പരിശോധിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടർക്കിഷ് ഫുഡും ഇറ്റാലിയൻ ഫുഡും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽസ്. ജീവനക്കാർ തിരക്ക് പിടിച്ച് ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഷെൽഫിൽ ഫ്രഷായി ബേക്ക് ചെയ്ത ടർക്കിഷ് പൈഡ് നിരത്തി വെച്ചിരിക്കുന്നു. പൈഡ് എന്നാൽ ബോർഡ് ഷേപ്പിലുള്ള ഫ്ലാറ്റ് ബ്രെഡാണ്. ആദ്യം മാവ് കുഴച്ച് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കും. എന്നിട്ട് അതിനു മുകളിൽ ഫില്ലിങ്സ് നിറയ്ക്കും. ഫില്ലിങ്സ് ആയിട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ചിക്കനോ ലാമ്പോ ബീഫോ ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇതിൻ്റെ കൂടെ ചീസും വെജിറ്റബിൾസും ഹെർബ്സും ഒക്കെ ചേർത്ത് ഒരു ടർക്കിഷ് ഫ്ലേവർ കൊണ്ടുവരും. പിന്നീട് ഇതിൻ്റെ ഷേപ്പ് ഒരു ബോട്ടിൻ്റെ ഷേപ്പ് പോലെ ആക്കും. എന്നിട്ട് ഇതിനെ ട്രഡീഷണൽ അവനിൽ വെച്ച് ചുട്ടെടുക്കും. ടർക്കിഷ് പിസ്സ എന്നൊക്കെ വിളിക്കുന്ന ടർക്കിഷ് പൈഡ് പാകം ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ നോക്കി നിന്നു. ഷവർമ പ്ലാറ്ററും പാസ്തയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യത്തിലധികം ക്വാണ്ടിറ്റിയിൽ സെർവ് ചെയ്യുന്ന ഈ ഫുഡ് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് വെളിയിലേക്ക് എത്തി ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. അപ്പോൾ ബെർലിനിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.